ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാന മലികുൻ ഫീമൻ കാന ഖബ്ലകും, പഴയകാല പ്രവാചകന്മാരുടെ കാലത്ത് ഒരു രാജാവുണ്ടായിരുന്നു. വകാന ലഹു സാഹിറുൻ, അദ്ദേഹത്തിന് ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു, ഒരു മാരണപ്പണിക്കാരനായ ഒരു ജ്യോത്സ്യൻ. ഭാവി പ്രവചനങ്ങൾ മുൻകൂട്ടി രാജാവിന് അറിയിച്ചു കൊടുക്കുന്ന ഒരു ജ്യോത്സ്യൻ. ഫലമ്മ കബിറ ഖാല ലിൽ മലിക്, അദ്ദേഹം വയസ്സും പ്രായമൊക്കെ എത്തിയപ്പോൾ രാജാവിനോട് ഒരിക്കൽ പറഞ്ഞു, ഇന്നി ഖദ് ഖബിർതു ഫബഅസ് അലയ്യ ഗുലാമൻ ഉഅല്ലിമുഹു സിഹ്ർ, എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുന്നതിന് പര്യാപ്തമായ ഒരു കുട്ടിയെ എനിക്ക് വിട്ടുതരണം. ഞാൻ പഠിച്ച മാരണപ്പണികളും ജ്യോത്സ്യപ്പണികളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കുട്ടി. അങ്ങനെ ഫബഅസ ഇലൈഹി ഗുലാമൻ യുഅല്ലിമുഹു, രാജാവ് അതിന് പറ്റിയ ഒരു കുട്ടിയെ തയ്യാറാക്കി ആ ജ്യോത്സ്യന്റെ അരികിലേക്ക് വിട്ടു. വകാന ഫീ ത്വരീഖിഹി ഇദാ സലക റാഹിബുൻ, അങ്ങനെ ഈ കുട്ടി ഓരോ ദിവസവും ഈ ജ്യോത്സ്യന്റെ അരികിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ദിവസം വഴിയിൽ ഒരു പുരോഹിതനെ കാണുകയുണ്ടായി, ഒരു മതപണ്ഡിതനായ, മുൻകാലത്തുള്ള വേദങ്ങളെക്കുറിച്ച് നല്ലപോലെ അറിയുന്ന ഒരു. പോകുന്ന വഴിയിൽ ആ പണ്ഡിതന്റെ ആശ്രമത്തിൽ ഒരല്പനേരം ഇരുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടു ആ കുട്ടിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. വകാന ഇദാ അത സാഹിറ മർറ ബിർറാഹിബി വഖഅദ ഇലൈഹി, അങ്ങനെ ഓരോ ദിവസവും ഈ മാരണപ്പണിക്കാരനായ ജ്യോത്സ്യന്റെ അരികിലേക്ക് പോകുമ്പോൾ ഈ പുരോഹിതന്റെ അരികിൽ അല്പനേരം ഒന്ന് ഇരുന്നിട്ട് പോവും. സ്വാഭാവികമായും സാധാരണ എത്തുന്ന സമയത്തിൽ നിന്ന് പിന്താൻ തുടങ്ങിയപ്പോൾ ഈ ജ്യോത്സ്യനായ ആൾ ഈ കുട്ടിയെ അടിക്കാൻ തുടങ്ങി. ഫൈദാ അത സാഹിറ ദറബ, കാരണം വൈകിയതിന്റെ പേരിൽ. ഫശകാ ദാലിക ഇല റാഹിബ്, ആ സമയത്ത് ഈ മതപണ്ഡിതനോട് പറഞ്ഞു, ഞാൻ ജ്യോത്സ്യന്റെ അരികിൽ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട്, വൈകുന്ന കാരണത്താൽ എനിക്ക് അടി കിട്ടുന്നുണ്ട് എന്ന്. ഫഖാല, അപ്പോ ഈ പുരോഹിതൻ പറഞ്ഞു കൊടുത്തു, ഇദാ ഖശീത സാഹിറ ഫഖുൽ ഹബസനി അഹ്ലി, നീ ജ്യോത്സ്യന്റെ അരികിൽ പോകുമ്പോ നീ പറയണം, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയതാണ്, വീട്ടിൽ കുറെ പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ എത്താൻ വൈകുന്നത് എന്ന് പറയണം. വൈദാ ഖശീത അഹ്ലക, വീട്ടിൽ ചെല്ലുമ്പോ ഫഖുൽ, നീ പറയണം, ഹബസനി അസ്സാഹിറു, എന്നെ ജ്യോത്സ്യൻ വിടാൻ വൈകിയത് കൊണ്ടാണ് ഞാൻ വൈകിയത് എന്നും പറയണം. അഥവാ ഇവിടെ ഇരിക്കുന്ന കാര്യം ഒരിക്കലും മിണ്ടരുത്. ഈ പുരോഹിതൻ പഴയകാലത്തുള്ള പ്രവാചകന്മാര് പഠിപ്പിച്ച മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ദീനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് താൽക്കാലികമായി ഒരു ചെറിയ ഒരു കളവ് അവിടെ പറയുകയാണ്. فبينما هو على ذلك إذ أتى على دابة عظيمة قد حبست الناس, ഒരു ദിവസം ആ കുട്ടി പോകുന്ന വഴിയിൽ ഒരു വലിയ മൃഗം ജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തി വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫഖാല, ആ കുട്ടി വിചാരിച്ചു, അൽയൗമ അഅലമു സാഹിറു അഫ്ളലു അമിർ റാഹിബു അഫ്ളലു, ഇന്ന് എനിക്ക് പുരോഹിതനാണോ ജ്യോത്സ്യനാണോ വലുത്, എന്നെ ഇൽമ പഠിപ്പിക്കുന്ന പണ്ഡിതനാണോ ജ്യോത്സ്യനാണോ വലുത് എന്ന് അറിയാനുള്ളൊരു നല്ല മാർഗമാണ് ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത്. എന്നിട്ട് ഫഅഖദ ഹജറൻ, ആ കുട്ടി ഒരു കല്ലെടുത്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന അംറു റാഹിബി അഹബ്ബ ഇലൈക മിൻ അംരി സാഹിരി ഫഖ്തുൽ ഹാദിഹി ദാബത ഹത്താ യംദിയന്നാസ്. അടച്ചവനെ, ജ്യോത്സ്യനേക്കാൾ നല്ലവൻ പുരോഹിതനാണെങ്കിൽ
എനിക്ക് അറിവ് പഠിപ്പിച്ചു തരുന്ന ആ പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ മൃഗത്തെ, ഈ കല്ല് എത്തുന്ന സമയത്ത് നീ അങ്ങ് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് കല്ലിലൂതിയിട്ട് ഒറ്റയേറ്. ആ ഏറ് കൊണ്ട് ആ മൃഗം അങ്ങ് മരണപ്പെട്ടുപോയി. ജനങ്ങൾക്ക് സുതാര്യമായി നടക്കാൻ സാഹചര്യം ഒത്തിണങ്ങി വന്നു. അങ്ങനെ ആദ്യമായി പണ്ഡിതന്റെ അരികിൽ ചെന്നിട്ട് ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. വരുമ്പോ ഒരു മൃഗം കണ്ടു. അപ്പൊ ഞാനൊരു കല്ലെടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോകുന്ന മാരണപ്പണിക്കാരനായ ആ സാഹിറുണ്ടല്ലോ, അദ്ദേഹത്തെക്കാൾ ഉന്നതൻ പണ്ഡിതനാണെങ്കിൽ അയാളെ വർഗത്തുകൊണ്ട് പഠിച്ചാനെ ഈ മൃഗത്തെ നീ കൊല്ലണം എന്ന് പറഞ്ഞ് കല്ലിലൂതിയിട്ട് മൃഗത്തെ ഒറ്റേറെറിഞ്ഞു. ആ കല്ല് കൊണ്ട ഉടനെ തന്നെ ആ മൃഗം ചത്തുപോയി എന്ന് ആ പുരോഹിതനോട്, ആ പണ്ഡിതനോട് പറഞ്ഞപ്പോൾ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല ലഹു റാഹിബു, പണ്ഡിതൻ പറഞ്ഞു, ഐ ബുനയ്യ, എൻ്റെ പുന്നാര മോനെ, കുഞ്ഞുമോനെ, അൻതല്യവും അഫ്ളലു മിന്നീ ഖദ് ബലഗ മിൻ അംരിക മാ അറാ, ഇന്ന് നീ എന്നേക്കാൾ ഉന്നതനായിട്ടുണ്ട്. നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആ അവസ്ഥയിലേക്ക് നീ എത്തിയിരിക്കുകയാണ്. ഒരു കല്ലെടുത്തിട്ട് ഒരു മൃഗത്തെ എറിഞ്ഞ് നീയും ഞാനും തമ്മിലുള്ള ബന്ധത്തെ നീ ഇപ്പോൾ മനസ്സിലാക്കി തന്നു എനിക്ക്. അതുകൊണ്ട് നീ ആൾ ഉന്നതനായിട്ടുണ്ട് എന്ന് കുട്ടിയെ നല്ല ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വൈന്നക സതുബുല, ഈ ഒരു ചെറിയ കുട്ടിപ്രായത്തെ ഇത്രയും വലിയ അത്ഭുതം കാണിക്കുന്ന നീ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനാവും കേട്ടോ. ഒരു കാര്യം പറയാനുള്ളൂ, എത്ര നിനക്ക് പരീക്ഷണം കേൾക്കേണ്ടി വന്നാലും നിനക്ക് ഈ ഒരു നല്ല വിശ്വാസം പഠിപ്പിച്ചു തന്നത് ഞാനാണ് എന്ന് ഒരിക്കലും നീ പറയരുത്. അങ്ങനെ വക്കാനൽ ഗുലാമു യുബ്രിഉൽ അക്മഹ വൽ അബ്റസ, ഈ പണ്ഡിതന്റെ അരികിൽ നിന്ന് ആ കുട്ടി അന്ധത മാറ്റാനും വെള്ളപ്പാണ്ട് സുഖപ്പെടുത്താനും ഒക്കെ പഠിച്ചുപോയി. ഏതു തരത്തിലുള്ള രോഗികൾ വന്നാലും ഈ കുട്ടിയുടെ കൈസ്പർശം കൊണ്ട് മാറ്റിയെടുക്കാൻ ഈ കുട്ടിക്ക് സാധിച്ചു. അത് ഈ പുരോഹിതന്റെ, ഈ പണ്ഡിതന്റെ ആശ്രമത്തിലുള്ള ഈ പണ്ഡിതന്റെ അരികിൽ നിന്ന് പഠിച്ചതാണ്. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പുരോഹിതന്റെ അരികിലും പോവും, ജ്യോത്സ്യന്റെ അരികിലും പോവും, പുരോഹിതന്റെ അരികിലും പോവും, ജ്യോത്സ്യന്റെ അരികിലും. പക്ഷെ ജ്യോത്സ്യൻ അറിയാതെ ഈ പുരോഹിതന്റെ അരികിൽ നിന്ന് മുൻകാലത്തുള്ള വേദങ്ങളും വിവരങ്ങളും എല്ലാം ദീനിന്റെ കാര്യത്തിൽ മനസ്സിലാക്കി വച്ചിരിക്കുകയാണ്. ഫസമിയ ജലീസുൽ ലിൽ മലിക് കാന ഖദ് അമിയ, ഈ രാജാവിന്റെ തൊട്ടടുത്തുള്ള ഒരാളുണ്ടായിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിന് അന്ധത ബാധിച്ചു. അദ്ദേഹം ഈ കുട്ടിയെക്കുറിച്ച് കേട്ടപ്പോൾ ധാരാളം ഹദിയയുമായി കുട്ടിയെ സമീപിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, എൻ്റെ ഈ അന്ധത നീ മാറ്റിത്തന്നാൽ ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ കുട്ടി പറഞ്ഞു, ഇന്നി ലാ അശ്ഫി അഹദൻ, എനിക്ക് ഒരാളെ ശിഫയാക്കാൻ കഴിയില്ല. ഇന്നമാ യശ്ഫില്ലാഹു തആല, രോഗം ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. ഈ പുരോഹിതന്റെ അരികിൽ നിന്ന് പഠിച്ച പാഠമാണത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രാജാവിന്റെ ഏറ്റവും അടുത്ത പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തോട് പറയാം, രാജാവ് അവിശ്വാസിയാണ്, ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും. അങ്ങനത്തെ ആളോടാ പറയുന്നത്, രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ഞാൻ ദ്വാരക്കാം, അള്ളാഹു നിങ്ങൾക്ക് ശിഫയാക്കി തരും. തയ്യാറുണ്ടോ? ഉണ്ട്. ഫആമന ബില്ലാഹി തആല, അദ്ദേഹം വിശ്വസിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു. ഫശഫാഹു അല്ലാഹു തആല, ഈ കുട്ടി രോഗം മാറ്റി. കുട്ടിയുടെ ദുആ കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുത്തു. ഫാത്തൽ മലിക, അദ്ദേഹം രാജാവിന്റെ അരികിൽ ചെന്നു. ഫജലസ ഇലൈഹി കമാ കാന യജ്ലിസു, സാധാരണ ഇരിക്കുന്നത് പോലെ തന്നെ മജ്ലിസിൽ വന്നിരുന്നപ്പോൾ രാജാവ് ചോദിച്ചു, മൻ റദ്ദ അലൈക ബസറക, അല്ല, ആരാണ് കണ്ണ്
ശരിയാക്കി തന്നത് എന്ന് ചോദിച്ചു. ഏത് ഡോക്ടറാണ് നിന്നെ ചികിത്സിച്ചത്? ഉഷാറായിട്ടുണ്ടല്ലോ. ഖാല, അപ്പോൾ അയാൾ പറഞ്ഞു റബ്ബി, എൻ്റെ രക്ഷിതാവ്. ഖാല, ഈ പ്രതികരണം കേട്ടപ്പോൾ രാജാവിന് എത്ര പിടിച്ചില്ല. രാജാവ് ചോദിച്ചു, വലക്ക റബ്ബുൻ ഗൈരി, ഞാനല്ലാത്ത വേറെ ഏതെങ്കിലും റബ്ബ് എനിക്കുണ്ടോ? ഖാല, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു റബ്ബി വ റബ്ബുക്കല്ലാഹ്, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അല്ലാഹുവാണ്. രാജാവിന്റെ കോലം മാറി. ഫഅഖദഹു, രാജാവ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. ഫലം യസൽ യുഅദ്ദിബുഹു, എവിടെന്നാണ് നിനക്ക് ഈ വിശ്വാസം കിട്ടിയത് എന്ന് പറയാൻ വേണ്ടി രാജാവ് അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഹത്താ ദല്ലൽ ഗുലാം, അവസാനം ഇദ്ദേഹത്തിന് ആ കുട്ടിയെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുക്കേണ്ടി വന്നു. ഞാൻ കണ്ണ് ചികിത്സിക്കാൻ പോയപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങളെ കണ്ണൊക്കെ അള്ളാഹു ശിഫയാക്കി തരും, ഞാൻ ദുആ ചെയ്യാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? മുഅ്മിനാവണം, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചു ആ കുട്ടി ദ്വാരുന്നപ്പോഴാണ് കണ്ണ് തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ ഫജിയബിൽ ഗുലാമി, അപ്പോൾ ആ കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. രാജാവിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള ജ്യോത്സ്യൻ, വരും കാലത്ത് എന്തൊക്കെ വരും എന്നുള്ളത് പ്രവചനം നടത്തുന്ന ഈ ജ്യോത്സ്യൻ വയസ്സും പ്രായമായി മരിക്കാൻ പോകുന്ന സമയത്ത് രാജാവിന് താങ്ങും തണലുമായിട്ട് ഒരാളെ പഠിപ്പിക്കാൻ വിട്ടപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥയാണിപ്പോൾ. 1-ാം നമ്പർ നല്ല ഒരു മുസ്ലിമായി മാറിയിട്ടുണ്ട്. ഫഖാല ലഹുൽ മലിക്കു, ഈ കുട്ടിയോട് ചോദിച്ചു, ഐ ബുനയ്യ, എൻ്റെ പുന്നാര കുഞ്ഞുവിനെ, ഖദ് ബലഗ മിൻ സിഹ്രിക മാ തുബിഉൽ ലക്മഹ വൽ ലബ്റസ്, നീ സിഹിറിന്റെ മാരണപ്പണികൾ ജ്യോത്സ്യന്റെ അടുത്ത് നിന്ന് പഠിച്ച് അന്ധത മാറ്റാൻ പഠിച്ചു, വെള്ളപ്പാണ്ട് മാറ്റാൻ പഠിച്ചു. വതഫ്അലു വതഫ്അലു, ഏത് തരത്തിലുള്ള രോഗവും മാറ്റാൻ നീ പഠിച്ചല്ലേ ഇപ്പോ. ഫഖാല, അപ്പോൾ കുട്ടി പറഞ്ഞു, ഇന്നി ലാ അശ്ഫി അഹദൻ, എനിക്ക് ഒരാളെയും ശിഫയാക്കാൻ കഴിയില്ല. ഇന്നമാ യശ്ഫില്ലാഹു തആല, ശിഫയാക്കുന്നവൻ, രോഗശമനം നൽകുന്നത് അല്ലാഹുവാണ്. അപ്പോൾ രാജാവിന് മനസ്സിലായി, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിക്ക് രോഗം വന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. ഫഅഖദഹു, കുട്ടിയെ പിടിച്ചു. ഫലം യസൽ യുഅദ്ദിബുഹു ഹത്താ ദല്ല അല റാഹിബ്, കുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചു. അവസാനം പറയാൻ പാടില്ലെന്ന് പറഞ്ഞെങ്കിലും അടി കൊള്ളുമ്പോൾ അങ്ങനെയാണല്ലോ. ഒരാളെ കിട്ടിയാൽ മതി പോലീസിന്, നല്ലോണം അങ്ങോട്ട് വേദനയാക്കുമ്പോൾ തത്ത പറയുമ്പോൾ എങ്ങനെ പറയും, അവനുണ്ടായിരുന്നു, ഇവനുണ്ടായിരുന്നു, രാത്രിയായിരുന്നു, പകലായിരുന്നു എന്ന് പറഞ്ഞ മാതിരി കുട്ടിക്ക് നിരന്തരമായി അടി കിട്ടിയപ്പോൾ കുട്ടി പറഞ്ഞു, എന്നെ പഠിപ്പിച്ചത് ഇന്ന ആശ്രമത്തിലെ ആ പുരോഹിതനാണെന്ന് പറഞ്ഞു. ഫജിയ ബിർ റാഹിബി, അപ്പൊ പുരോഹിതനെ കൊണ്ടുവരാൻ പറഞ്ഞു. പുരോഹിതനെ കൊണ്ടുവന്നു. ഫഖീല ലഹു, പുരോഹിതനോട് രാജാവ് ചോദിച്ചു, ഇർജിഅൻ ദീനിക, നീ കുറെ ആളുകളെ സുൽപ്പാക്കുന്നുണ്ട് എന്ന് കേട്ടു, നീ നിന്റെ മതത്തിൽ നിന്ന് പിന്തിരിയണം. അപ്പോൾ ഫാബാത്തേം പറഞ്ഞു, സാധ്യമല്ല രാജാവേ. ഫദഅ ബിൽ മിൻശാർ, അദ്ദേഹം ഒരുപാട് ശ്രമം നടത്തി അവസാനം രാജാവ് ഒരു വലിയ വാള് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് വാള് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ തലയുടെ പാദത്തിന് മേൽ വെച്ചു, മൂർധാവിന് വിട്ട് വെച്ചു, പതപ്പുള്ള സ്ഥലമുണ്ടല്ലോ. എന്നിട്ട് ഫശഖഹു, ആ വാളെടുത്തിട്ട് രാജാവ് ഈ പുരോഹിതനെ, ഈ പണ്ഡിതനെ, അദ്ദേഹത്തിന്റെ രാജാവിന്റെ വിശ്വാസം അല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ 2 പിളർപ്പാക്കി മാറ്റി. ആ പണ്ഡിതൻ 2 കഷ്ണമായി 2 ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സുമ്മ ജിആ ബിജലീസിൽ മലികി, പിന്നെ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ടുവന്നു. ഫഖീല ലഹു, എന്നിട്ട് ചോദിച്ചു, പറഞ്ഞു, ഇർജിഅൻ ദീനിക, നീയും നിന്റെ ദീനിൽ നിന്ന് പിന്മാറണം. ഫാബ, അദ്ദേഹവും തിരസ്കരിച്ചു. ഫൗദിഅൽ മിൻശാർ ഫീ മഫറഖി റഅസിഹി, അദ്ദേഹത്തിന്റെയും തലയുടെ മുകളിൽ വെച്ച് വാള് ഈർന്നെടുത്തിട്ട് ഫശഖഹു ബിഹി ഹത്താ വഖഅ ശിഖാ, തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും 2 കഷ്ണമായി മറിഞ്ഞു വീണു.
തുമ്മജിയ ബിൽ ഗുലാമി, പിന്നെ ഈ കുട്ടിയെ കൊണ്ടുവന്നു. കാരണം ഈ രാജാവിനെ ദൈവമായി അംഗീകരിക്കുന്ന ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം വെച്ച് പുലർത്തിയാൽ അത് തൻ്റെ അടിവേലിറക്കുന്നതും കാലിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണ് നീങ്ങിപ്പോകുന്നതുമാണ്. അതുകൊണ്ട് മുളയിലേ ഇതങ്ങ് കുഴിച്ചു മൂടണം എന്ന് രാജാവ് വിചാരിക്കാം. അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയോട് പറഞ്ഞു, ഇർജിഅൻ ദീനിക, നീ നിന്റെ ദീനിൽ നിന്ന് പിന്മാറണം. ഫാബ, കുട്ടി തിരസ്കരിച്ചു, സാധ്യമല്ല. രാജാവ് 18 പണിയും നോക്കിയിട്ട് വിജയിച്ചില്ല. അവസാനം ഫദഫഅഹു ഇലാ നഫരിൻ മിൻ അസ്ഹാബി, തന്റെ അനുയായികളിൽ നിന്ന് ഒരു സംഘം ആളുകളെ ഈ കുട്ടിയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ഇലാ ജബലി കദാ വകല, നിങ്ങൾ ഇന്നാലിന്ന പർവ്വതത്തിലേക്ക് ഇവനെയും കൊണ്ടുപോകണം. വസ്അദൂ ബിഹിൽ ജബല, എന്നിട്ട് പർവ്വതത്തിൽ കയറണം. ഫൈദാ ബലഗത്തും ദിർവതഹു, അതിന്റെ ഉച്ചിയിലെത്തിയാൽ ഫഇൻ റജഅൻ ദീനിഹി, അവന്റെ ദീനിൽ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. ഫഇല്ല, അങ്ങനെയല്ല മതത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഫത്തുർഹൂ, ആ മലയുടെ മുകളിൽ നിന്ന് ഇവൻ താഴേക്ക് തള്ളില്ല. അങ്ങനെ ഫദഹബൂ ബിഹി, കുട്ടിയെ കൊണ്ടുപോയി. ഫസഅദൂ ബിഹിൽ ജബല, പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഫഖാല, കുട്ടി മുകളിലെത്തിയപ്പോൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅത, അല്ലാഹുവേ, നിന്നിൽ ഞാൻ വിശ്വാസം വെച്ച് പുലർത്തിയതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമവും പ്രയാസവും നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവരെ ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണോ അതുപോലെ നീ അങ്ങ് കൈകാര്യം ചെയ്തേക്ക് അല്ലാഹ് എന്നീ കുട്ടി അങ്ങ് ദ്വാരുന്നപ്പോൾ ഫറജഫ ബിഹിമുൽ ജബൽ, പർവ്വതം ഇങ്ങനെ കിടുകിടാ വിറച്ചു പോയപ്പോൾ ഫസഖത്തു, അവരൊക്കെ വീണുപോയി. വജാഅ യംശി ഇലൽ മലിക്, കുട്ടി ഇതാ സുസ്മേരവദനനായി വളരെ പുഞ്ചിരിയോടുകൂടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് രാജാവിലേക്ക് തിരിച്ചു വന്നു. ഫഖാല ലഹുൽ മലിക്, രാജാവ് ചോദിച്ചു, മാ ഫഅല അസ്ഹാബുക്, അല്ല എൻ്റെ കൂടെ കുറെ ആൾക്കാരുണ്ടായില്ല, അവരൊക്കെ എന്താക്കിയെന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ പറഞ്ഞു, കഫാനീഹിമുല്ലാഹു തആല, അല്ലാഹു തആല വേണ്ടത് വിധത്തിൽ അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫദഫഅഹു ഇലാ നഫരിൻ മിൻ അസ്ഹാബി, അപ്പോൾ തൻ്റെ അനുയായികളിൽപ്പെട്ട വേറെ കുറെ പട്ടാളക്കാരിലേക്ക് ആ കുട്ടിയെ ഏൽപ്പിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ഫഹ്മിലൂഹു ഫീ ഖുർഖൂരിൻ വതവസ്സതൂ ബിഹിൽ ബഹ്റാ, ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾ കടൽ യാത്ര നടത്തണം. മധ്യത്തിൽ എത്തുമ്പോൾ അവനോട് ചോദിക്കണം, നീ നിന്റെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നോ, അതല്ല നീ പിന്മാറുന്നു. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവനെടുത്തിട്ട് കടലിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോരുക. ഇല്ലെങ്കിൽ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളവനെ കടലിലേക്ക് വലിച്ചെറിയണം. അങ്ങനെ ഫദഹബൂ ബിഹി, വേറെ ഒരു സംഘം ആളുകൾ ഈ കുട്ടിയെയും കൊണ്ട് കടൽ യാത്ര ചെയ്യാൻ പോയി. കടലിന്റെ മധ്യത്തിലെത്തിയപ്പോൾ ഫഖാല, കുട്ടി ദുആയിരുന്നു, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅത, അല്ലാഹുവേ, നീ എന്നെ ഉപദ്രവിക്കാൻ വന്ന നിന്റെ വിശ്വാസത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ ജനതയെ നീ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. ആ കുട്ടി ദുആ ചെയ്തപ്പോൾ ഫൻകഫഅത് ബിഹിമുസ് സഫീന, ആ കപ്പലാടി ഉലഞ്ഞ് അതാ വെള്ളത്തിൽ മുങ്ങി നശിച്ചുപോയി. ഫഗുരികൂ, എല്ലാ ആളുകളും മുങ്ങി മരിച്ചു. വജാഅ യംശി ഇലൽ മലിക്, ആ കുട്ടി ഇതാ വീണ്ടും രാജാവിലേക്ക് വളരെ പുഞ്ചിരിയോടുകൂടെ തിരിച്ചു വരികയാണ്. ഫഖാല ലഹുൽ മലിക്, അപ്പോൾ രാജാവ് ചോദിച്ചു, മാ ഫഅല അസ്ഹാബുക്, അല്ല എൻ്റെ കൂടെ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ കടൽ യാത്ര നടത്താൻ, എന്താക്കി അവരൊക്കെ ചോദിച്ചു. ഫഖാല, കുട്ടി പറഞ്ഞു, കഫാനീഹിമുല്ലാഹു തആല, അവരൊക്കെ വേണ്ട വിധത്തിൽ അല്ലാഹു കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫഖാല ലിൽ മലിക്, അപ്പോൾ കുട്ടി രാജാവിനോട് പറഞ്ഞു, ഇന്നക ലസ്ത ബിഖാതിലി, രാജാവേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കൊരിക്കലും എന്നെ കൊല്ലാൻ കഴിയില്ല. ഹത്താ തഫ്അല മാ ആമുറുക ബിഹി, അത് ഞാൻ തീരുമാനിക്കണം.
ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അപ്പൊ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയും, അല്ലാതെ നിങ്ങൾ പഠിച്ച ഒരു വിദ്യ കൊണ്ടും എന്നെ കൊല്ലാൻ കഴിയില്ല. കാലാപ്പ രാജാവ് ചുമ്മാഹുവ, എന്താണ് ആ വിദ്യ എന്ന് വെച്ചു. കാലാപ്പ കുട്ടി പറഞ്ഞു, ഒരു മരുഭൂമിയിൽ ജനങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടണം, ആബാലവൃദ്ധൻ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് എന്നെ ഒരു ഈത്തപ്പനയുടെ മുകളിൽ കുരിശിൽ തറക്കണം. പിന്നെ എന്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുക്കണം. എന്നിട്ട് വില്ലിന്റെ മധ്യത്തിൽ അത് വെക്കണം. എന്നിട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയെ പടച്ച നാഥന്റെ നാമം കൊണ്ട് എറിയുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അമ്പം ചെയ്യണം. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ ആ അമ്പ് എന്റെ ശരീരത്തിൽ തറക്കും, ഞാൻ മരിക്കും. ഇതാണ് എന്റെ മറുപടി. ഇത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് എല്ലാ ആൾക്കാരെയും ഒരു മൈതാനിൽ ഒരുമിച്ച് കൂട്ടി. ഒരു ഈത്തപ്പനയുടെ മുകളിൽ കുരിശിൽ തറച്ചു. ആവനാഴിയിൽ നിന്ന് അമ്പെടുത്തിട്ട് അതാ ഒരു ബില്ലിന്റെ മധ്യത്തിൽ അത് വെച്ചിട്ട് ثم قال بسم الله رب الغلام بسم الله رب الغلام, ഈ കുട്ടിയെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാഥന്റെ നാമത്തിൽ ഞാൻ അമ്പെഴുത്ത് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് സുമ്മറമാ, ഒരൊറ്റ ഇറങ്ങെറിഞ്ഞപ്പോൾ കുട്ടിയുടെ ഇതായി ചെന്നിയുടെ ഭാഗത്ത് ആ അമ്പ് തറക്കുകയുണ്ടായി, വില്ല് തറക്കുകയുണ്ടായി. അതിന്റെ കാരണത്താൽ, ആ അമ്പ് തറച്ചതിന്റെ കാരണത്താൽ കുട്ടി മരണപ്പെട്ടുപോയി. ഫഖാലന്നാസു, ഇത് കണ്ടപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ മൊത്തം ജനങ്ങളും പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആ ഗുലാമിന്റെ ഈ അടിമ, ഈ കുട്ടിയുടെ യജമാനനായ റബ്ബിനെ കൊണ്ട് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. രാജാവിന്റെ വിശ്വാസം മാത്രമേ ഉണ്ടാകാവൂ, വേറൊരു വിശ്വാസം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയൊക്കെ പണി ചെയ്തത്. പക്ഷെ ഈ കുട്ടിയുടെ അത്ഭുതങ്ങളെല്ലാം കണ്ട ജനത പറഞ്ഞു, ആ കുട്ടിയെ സൃഷ്ടിച്ച റബ്ബിന്റെ വിശ്വാസം, നാഥനിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു എന്ന് അവിടെ കൂടിയ ആൾക്കാർ പറഞ്ഞു. രാജാവിനപ്പോൾ ദേഷ്യം പിടിച്ചു. അപ്പോൾ ഫൗത്തിയൽ മലിക്കു, ഈ വിവരം രാജാവിന് കിട്ടി. ഫഖീല ലഹു, രാജാവിനോട് ജനങ്ങൾ ചോദിച്ചു, അറായിത മാ കുൻത തഹദറു ഖദ് വല്ലാഹി നസല ബിക ഹദറുക, നിങ്ങൾ പേടിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ, അതെല്ലാം ഇപ്പോൾ സംഭവിച്ചു പോയില്ലേ? അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം ജനങ്ങളിൽ പടർന്ന് പന്തലിക്കരുതെന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്? പക്ഷെ അതന്നെ ഇപ്പോൾ സംഭവിച്ചില്ലേ? ഖദ് ആമനന്നാസ്, ജനങ്ങൾ മൊത്തം ആ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചല്ലോ. രാജാവിന് ഇത് കേട്ടപ്പോൾ ദേഷ്യം പിടിച്ചു. രാജാവ് പറഞ്ഞു, പണിയുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ല ഒരു കിടങ്ങ് കീറണം, വലിയ ഒരു കിടങ്ങുണ്ടാക്കണം. എന്നിട്ടോ ആ കിടങ്ങിന്റെ വക്കത്ത് എല്ലാ ആടുകളെയും കൊണ്ടുവന്ന് നിർത്തണം, അതിന് നല്ലപോലെ തീ കത്തിക്കണം. എന്നിട്ട് ഓരോരുത്തരോടും അതിന്റെ അരികിൽ വെച്ച് ചോദിക്കണം, നിങ്ങൾ ആരാണ് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്? അവരെ ഇതിലേക്ക്, തീയിലേക്ക് ഇടാൻ പോവുകയാണ്, അല്ലാത്ത ആളുകൾക്ക് മാത്രം രക്ഷയാണെന്ന് പറയണം. രാജാവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവിടെ വലിയ ഒരു കിണറുണ്ടാക്കി, വലിയ കിടങ്ങുണ്ടാക്കി. ആ കിടങ്ങിൽ നിറയെ വിറകുകളിട്ടിട്ട് കത്തിക്കാൻ തുടങ്ങി. ഓരോരുത്തരെയും, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ആ കിടങ്ങിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മല്ലം ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കുന്നു, നീ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ അതോ രാജാവിൽ വിശ്വസിക്കുന്നുവോ? ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആളെടുത്തിട്ട് ആ തീയിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ കിടങ്ങിലേക്ക്, ഈ തീക്കുണ്ടാരത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞപ്പോൾ പിന്നെ വന്നത് ഒരു പെണ്ണാണ്. ആ പെണ്ണിന്റെ
ഒക്കത്ത് ഒരു കുട്ടിയുണ്ട്. ഒരു ചെറിയ കുട്ടിയെ പിടിച്ചിട്ട് ഒരു പെണ്ണിതാ വിശ്വാസിനിയായി വന്നിരിക്കുന്നു. അപ്പൊ ഓരോരുത്തരെയും ഇങ്ങനെ അതിലേക്ക് ഇടുന്ന രംഗം കണ്ടപ്പോ പടച്ചോനെ, ഈ ചെറിയ കുട്ടി, ഞാൻ ഈ തീയിൽ വന്ന് മരിക്കുമ്പോ ഈ കുട്ടിയും കൂടി മരിക്കുകയാണല്ലോ പടച്ചോനെ. ഞാൻ വിശ്വാസത്തിന്റെ പേരിലാണ് മരിക്കുന്നത്, പക്ഷെ ഈ പാവം ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് ഈ പെണ്ണിങ്ങനെ മനസ്സ് വല്ലാതെ വേദനിച്ചപ്പോൾ ഗുലാം, ആ തന്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടി ഉമ്മയോട് പറഞ്ഞു, യാ ഉമ്മ ഇസ്ബിരി ഫഇന്നകി അലൽ ഹഖ്. ഉമ്മ, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ബേജാറാകണ്ട, ചാടിക്കോളി, ഈ നരകം നശ്വരമാണ്. ഇത് ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ട് തീരും, ഇതിൽ ചാടുന്നതോടുകൂടെ നമുക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യം ഓർത്ത് ഉമ്മ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല, നിങ്ങളുള്ളത് സത്യപ്രസ്ഥാനത്തിന്റെ മേലിലാണ് എന്ന് ഈ കുട്ടി ഉമ്മയോട് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് ആ ഉമ്മ തീയിൽ ചാടിയ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ സത്യത്തെ അടിച്ചമർത്താൻ എത്ര ശ്രമിച്ചാലും അത് സാധ്യമല്ല. അത് പിന്നെയും പിന്നെയും ഇവിടെ വളർന്നുകൊണ്ടിരിക്കും എന്ന സന്ദേശമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നമ്മുടെ വിശ്വാസം നാം സംരക്ഷിക്കുക തന്നെ വേണം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദാകേണ്ട ഒരു രംഗം വന്നാൽ ആ ഷഹീദാകുന്ന ആ ഒരു അവസ്ഥ മാത്രമാണ് യഥാർത്ഥത്തിൽ പീഡനമായി അല്ലെങ്കിൽ വിഷമമായി തോന്നുന്നത്. മരിക്കുന്നതോടുകൂടെ അവരുടെ ലോകം സ്വർഗമാണ്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ബദറിൽ ബാപ്പയും മോനും പോകാൻ വേണ്ടി നിന്നപ്പോ ബാപ്പ ഞാൻ പോകാന്ന് പറഞ്ഞു, അല്ല മോന് പറഞ്ഞില്ല ഞാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും മോന് പോയി ആ ബദറിൽ ഷഹീദായി. ബാപ്പ സ്വപ്നം കണ്ടപ്പോ മോന് അനുഭവിക്കുന്ന ഓരോരോ അനുഭൂതികൾ, സ്വർഗത്തിന്റെ അനുഭൂതികൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നബിതങ്ങളോട് പിറ്റേ ദിവസം വന്നിട്ട് പറയും, നബിയെ, ഇനി എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാൽ ആദ്യം എന്നെ വിളിക്കണം, എൻ്റെ മോൻ എന്നെ വല്ലാതെ വിളിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ കഥകൾ പറഞ്ഞ് എന്നെ വല്ലാതെ രസിപ്പിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദീനിന് വേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും അതൊരു വലിയ പവിത്രതയാണ്. ചിലപ്പോ വളരെ പാവപ്പെട്ട ആളുകളായിരിക്കും ഷഹീദാവുന്നത്. നിസ്കാരമൊന്നും നോമ്പൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ മദ്യം കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്ന ഒരു അനുഭവം, അത് അനുഭവിക്കാൻ ഒരു അവസരം ഒരാൾക്ക് കിട്ടിയാൽ ഷഹീദാവുക എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആയിരിക്കണം. ഇന്ന് നടക്കുന്നതൊന്നും അതല്ല, അത് വേറെ കാര്യം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരാള് രക്തസാക്ഷിയായാൽ അത് ചിലപ്പോ കോയ, പീരാന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധാ മനുഷ്യന്മാരായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദാവുന്നതോടുകൂടെ അവർ സ്വർഗാവകാശികളാവുകയാണ്. അതൊരു വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഏത് സാഹചര്യങ്ങൾ വന്നാലും നമ്മുടെ ദീനിനെ നാം സംരക്ഷിക്കണം എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയപ്പെട്ട മഹാന്മാരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. പരിശുദ്ധമായ ഈ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഷഹീദിന്റെ കൂലിയുള്ള മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ റഹ്മതിക യാ അർഹമർ